ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെയായിരുന്നു നെയ്മർ ജൂനിയർ ഒരു വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. അതായത് താൻ ഒരുപാട് ശ്രമിച്ചു മടുത്തു. ഈ സ്റ്റേഡിയത്തിലാണ് തൻ്റെ കരിയർ തുടങ്ങിയത്, ഈ സ്റ്റേഡിയത്തിൽ തന്നെ തൻ്റെ കരിയർ അവസാനിപ്പിക്കുകയാണ് എന്നാണ് നെയ്മർ പറഞ്ഞത്. അതായത് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ജേഴ്സി അഴിച്ചു വെക്കുകയാണ് എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് നെയ്മർ നടത്തിയത്. പക്ഷേ അതിൽ നിന്നും നെയ്മർ പിൻവാങ്ങണം, അദ്ദേഹം മടങ്ങിയെത്തണം എന്ന തരത്തിലുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവും അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. ഒരു പിതാവ് എന്ന നിലയിൽ നീ ഫുട്ബോൾ അവസാനിപ്പിക്കരുത്, ഫുട്ബോൾ കളിക്കുന്നത് തുടരണം എന്നാണ് നെയ്മറുടെ പിതാവ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് ആയിക്കൊണ്ട് പങ്കുവച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്: മകനെ, നീ ഫുട്ബോൾ കളിക്കുന്നത് തുടരുക. പന്ത് നിന്റെ കാൽക്കീഴിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആ പഴയ സന്തോഷത്തിലേക്ക് നീ മടങ്ങി വരിക. കളിക്കളത്തിൽ വീണ്ടും പുഞ്ചിരിക്കൂ. ഇന്ന് നീ ആരോഗ്യവാനാണ്. നീ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ കാര്യം, അത് ഫുട്ബോൾ, അത് ചെയ്യാനുള്ള അവസരം ദൈവം നിനക്ക് വീണ്ടും നൽകിയിരിക്കുന്നു. ഫുട്ബോൾ ആസ്വദിച്ച് കളിക്കുക. തീരുമാനങ്ങളുടെയോ വിമർശനങ്ങളുടെയോ പ്രതീക്ഷകളുടെയോ അല്ലെങ്കിൽ ജീവിതം നിനക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന തടസ്സങ്ങളുടെയോ ഭാരം നീ ഒരിക്കലും നിന്റെ തോളിൽ ഏറ്റരുത്. ചില കാര്യങ്ങൾ മനുഷ്യരുടെ കൈകളിലാണ്, എന്നാൽ മറ്റു ചില തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ കൈകളിൽ മാത്രമാണ്. ഭാവി ദൈവത്തിൻ്റെ കൈകളിലാണ്. ഇതാണ് നെയ്മറുടെ പിതാവ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിട്ടുള്ളത്. അതായത് നെയ്മർക്ക് ഫുട്ബോൾ എന്നത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. ആ കാര്യം ഇപ്പോൾ അവസാനിപ്പിക്കേണ്ടതില്ല. ഇപ്പോൾ നീ ഫിറ്റ്നസ് ഒക്കെ വീണ്ടെടുത്തിട്ടുണ്ട്, വീണ്ടും ഫുട്ബോൾ കളിക്കാനുള്ള അവസരം നിനക്ക് കൈവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ തുടരുക എന്നാണ് ഇപ്പോൾ നെയ്മറോട് അദ്ദേഹത്തിൻ്റെ പിതാവ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും നെയ്മർ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഇനി കളിക്കുമോ എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട്. വളരെ വൈകാരികമായി കൊണ്ടാണ് ഇന്നലത്തെ മത്സരത്തിന് ശേഷം നെയ്മർ ജൂനിയർ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇനി ആ തീരുമാനത്തിൽ നിന്നും നെയ്മർ പിന്മാറും. കുറച്ചു കാലം കൂടി ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി നെയ്മർ കളിക്കും എന്നൊക്കെയാണ് ആരാധകർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.